അനുരാഗാനം പോലെ ഇതിപ്പോ ഒറ്റ വെടിക്ക് 2 പക്ഷിയായി, 2 ഒഴിവായി കിട്ടിയില്ലേ? നേരാ, ആ ബുദ്ധി എനിക്ക് പോയില്ല. ഇനിയെങ്കിലും എന്റെ തലച്ചോറ് തുരുമ്പ് പിടിച്ചു പോകുന്ന ചേച്ചി പറയരുത് കേട്ടോ. തലക്കകത്ത് പുത്തി വേണം. ഒന്ന് പോടാ. ഈശ്വര, എന്തൊരു നിശബ്ദത എവിടെ. വീട്ടിലായിരുന്നെങ്കിൽ പുറത്തെ ചീവിടിന്റെ ശബ്ദമെങ്കിലും കേട്ടെ. എന്നാ പിന്നെ അമ്മയൊന്ന് വിളിച്ചു നോക്കിയാലോ? സനുവിന്റെ പാർട്ടിയുടെ വിശേഷങ്ങളും അറിയാലോ. യോ ഈശ്വര, 2 മണിയോ? അമ്മ ഇപ്പൊ 7 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ നേരത്തെ ഏതായാലും വിളിക്കണ്ട. അടുത്ത മാസം ഞാൻ മിക്കവാറും ദുബായിലായിരിക്കും. അവിടെ ഒരു 1.5 മാസത്തെ വർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ പ്ലാൻ. ഹലോ, ഞാൻ ഇന്ദിര, സാനുമുള്ള മദറിൻലോ. ഓക്കേ, മിസ്റ്റർ ദീപൻ. അതെ. അയ്യോ വേണ്ട വേണ്ട, ഞാൻ പൊതുവെ ഈ ബേക്കറി സാധനമൊന്നും കഴിക്കാറില്ല. ഓ, ഞാനും അങ്ങനെ ഇങ്ങനൊന്നും കഴിക്കാറൊന്നുമില്ല. ഇന്നിവിടെ പാർട്ടി ആയതിന്റെ പേരില് ഒരു കാലത്ത് ഡയറ്റ് ഒക്കെ നോക്കി നല്ലതുപോലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആളാ ഞാനും. I was Mr. Trivandrum, you know? അതെ. കുഴപ്പമില്ല. ശ്രീ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വിളിക്കാം. നിതീഷ് ഏട്ടൻ ഇതുവരെ വന്നില്ലല്ലോ ശ്രീ. ഇപ്പോഴെത്തും. കുറച്ചു മുന്നേ അമ്മ സനുവിന്റെ അമ്മയെ വിളിച്ചിരുന്നു. നിതീഷ് അവിടെ നിന്ന് പുറപ്പെട്ടെന്നാ പറഞ്ഞത്. പറഞ്ഞു തീർന്നില്ല, അതിനുമ്പ് ആളിങ്ങെത്തിയല്ലോ. ചെല്ലേ. നിതീഷ് ഏട്ടാ, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? വാ, കേറി വാ. ഇത് റോഷൻ. ഏട്ടൻ അറിഞ്ഞൂടെ? എന്റെ ഫ്രണ്ടാ. പിന്നെ ഞാൻ കറിയില്ല, ഞങ്ങൾ പരിചയപ്പെടുന്നു. ഇത് ദീപൻ വർമ്മ, വളരെ പോപ്പുലറായ ഫാഷൻ ഡിസൈനർ കം മോഡൽ. ഏട്ടൻ ഇത് ആരെ നോക്കുന്നേ? എനിക്ക് മനസ്സിലായി, ശ്രീ അല്ലേ ഏട്ടൻ അന്വേഷിക്കുന്നേ? അതെ അതെ, ശ്രീനിഷ് അവിടെ കണ്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഏട്ടൻ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ വിളിച്ചോണ്ടുവരാം. ഞാനേ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നുണ്ട്. താ ഏട്ടാ, ഞാൻ പിന്നെ സമാധാനമായിട്ട് നോക്കിക്കോളാം. ഞാൻ പോയി ശ്രീ എവിടെയാന്ന് നോക്കട്ടെ. ചേട്ടൻ ഇരിക്കും. Tell me, Mr. Parker, what's the issue? First and foremost, there was a transparency in our dealings from your end, Mr. Nambio. Kindly do the needful to remit the pending taxes to the US government. Definitely. That's why I myself have come here. ടാക്സ് അടയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തില്ലേ ജെയിംസേ? ചെയ്തു സാർ, ഇന്ന് തന്നെ അടയ്ക്കാം. Anything else? SS Group is taking over one of our major firms. You should understand our concern. You can Google our company. You will get enough details with regard to our credentials. Or else let me furnish you with details. Oh, great. ജെയിംസേ, സർ, അടിയന്തരമായി നിങ്ങൾ എന്റെ വീട്ടിലോട്ടൊന്ന് വിളിക്കണം. ഓക്കെ സർ. എന്റെ വൈഫിനെ വിളിച്ചാൽ മതി. എന്നിട്ട് അവിടെ വാർഡ്രോബില് ഒരു ഹാർഡ് ഡിസ്ക് ഇരിപ്പുണ്ട്, അത് എടുത്തു വയ്ക്കാൻ പറയണം. എന്നിട്ട് ആകാശിനെ വിളിച്ച് അത് കളക്ട് ചെയ്ത് നമുക്ക് അയച്ചു തരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം ഉടൻ. ഇപ്പം നാട്ടിൽ അർദ്ധരാത്രി ആയിരിക്കില്ലേ സാർ? വൈഫിനെ വിളിക്കണോ? കാര്യങ്ങൾ നടക്കണ്ടേ ജെയിംസേ? എന്തായാലും ജെയിംസ് പോയി ഒന്ന് വിളിക്കും. ഇവിടെ സംസാരിക്കാൻ കാര്യങ്ങൾ ഇനിയുണ്ടല്ലോ. ഞാൻ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യട്ടെ. I request you to be patient for some time. You will get all the data in a couple of hours. Sure, why not? ഞാൻ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് കാണേണ്ടിയിരുന്നു. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാവേ. ഇങ്ങനെ ആൾക്കാരുണ്ടോ? എന്റെ അമ്മ. എന്താ നന്ദു? പാർട്ടി
ഇപ്പൊ ഒന്നും തീരുന്ന ലക്ഷണമില്ല. ഞാൻ അമ്മേന്റെ റൂമിൽ പോയി ഇത്തിരി നേരം കിടന്നുറങ്ങിക്കോട്ടെ അമ്മേ. ഇവിടുത്തെ ബഹളമൊക്കെ തീരുമ്പോ എന്നെ വിളിച്ചാ മതി. ഉറങ്ങാനോ? അതെങ്ങനെ ശരിയാവും? ഇത്രയും വലിയൊരു പാർട്ടി നടക്കുമ്പോ നീ മാത്രം പോയി കിടക്കുന്നു പറഞ്ഞ? ഇപ്പൊ നേരെ എത്രയായി അമ്മയുടെ വിചാരം? എനിക്ക് നാളെ കാലത്ത് ഷൂട്ടുള്ള കാര്യം അമ്മയ്ക്ക് അറിയുന്നതല്ലേ. ഇന്ന് രാത്രി ഉറക്കൊഴിച്ച് നാളെ രാവിലെ ഷൂട്ടിന് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും അമ്മേ? ഇത് എന്റെ മുഖത്ത് കടന്നലുത്തി പോലെ ബൂം പോലെ ഇരിക്കും. നീ ഒന്ന് സമാധാനിക്ക്. ദീപൻ വർമ്മയും റോഷനെ പോലെയുള്ള ഫാഷൻ ലോകത്തെ വലിയ വലിയ ആൾക്കാരാ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അവരൊക്കെ നിന്നൊന്ന് കാണട്ടെ മോളെ. നാളെ നിന്റെ കരിയറിന് ഗുണം ചെയ്യും. പക്ഷെ അമ്മേ, ഫ്യൂച്ചറിൽ ഗുണം ചെയ്യുന്ന കാര്യം അവിടെ നിക്കട്ടെ. നാളത്തെ ഷൂട്ടിന്റെ കാര്യമല്ലേ നമ്മളിപ്പോ നോക്കേണ്ടത്. ഇങ്ങനൊരു അവസരം എന്നും വരുന്നതാണോടി മണ്ടി? ഉറക്കം കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. മുഖം നമുക്ക് നാളെ മേക്കപ്പ് ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാലോ. നീ ചെന്ന് അവരൊന്ന് പരിചയപ്പെട്, സംസാരിക്കെങ്കിലും ഒന്ന് ചെയ്യ്. ചെല്ലേ വാ. അച്ഛാ, അത് പിന്നെ എന്റെ മോളെ കുറിച്ച് അച്ഛൻ ഒരുപാട് മതിപ്പ് തോന്നിയ ദിവസം ഇന്ന്. സുമിത ഈ വീട്ടിൽ എന്തായിരുന്നോ അത് നീ ഏറ്റെടുത്തതുപോലെയാ എനിക്ക് തോന്നിയത്. ഇത്ര ഉത്തരവാദിത്വത്തോടെ നീ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോ അച്ഛന് സന്തോഷമുണ്ട് മോളെ. അച്ഛാ, അത് നാളത്തെ കാര്യമല്ല, നാളെ നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് പോയി നടു നിർത്തട്ടെ. അല്ലെങ്കിൽ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? നിങ്ങളൊക്കെ അല്ലേ പാർട്ടിയും ആഘോഷവും ഒക്കെ ആസ്വദിക്കേണ്ടത്. മോളിച്ചല്ലേ. സുമിച്ചേച്ചിയുടെ സ്ഥാനം എനിക്ക് ഒരിക്കലും ഏറ്റെടുക്കാൻ പറ്റില്ല അച്ഛൻ. എന്റെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ എന്റെ സുമിച്ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോവാ. ഐ റിയലി മിസ് യു സുമിച്ചേച്ചി. ഇന്റർനാഷണൽ നമ്പർ ആണല്ലോ. ആരാ ഈ സമയത്ത്? ഹലോ ഹലോ, ആം ഐ ടോക്കിംഗ് ടു മിസ്സസ് ഗിരിധർ? ഹലോ ഹലോ, ആരാ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദിസ് ഇസ് എ കോൾ ഫ്രം US. മിസ്സിസ് സുമിത ഗിരിധർ അല്ലേ? ഹലോ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ. അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വിളിച്ച മിക്കവാറും ഇങ്ങനെയാ. കോള് കിട്ടാൻ എന്തൊരു പാടാ. ഗിരിധർ തന്നെയായിരിക്കും വിളിച്ചത്. വേറെ ആരെ ഈ നേരത്തെ ഇപ്പൊ വിളിക്കാം? സ്വന്തം ഫോണിൽ നിന്ന് വിളിച്ചൂടെ? ഒന്നും മിണ്ടാൻ കൂടെ പറ്റിയില്ല. എവിടെയായിരുന്നു? ഫുഡ് കഴിച്ചോ? അവളെന്തോ മൂഡ് ഓഫിലാണല്ലോ. ഈ അവസരം മുതലെടുത്തില്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ ഞാനായിരിക്കും. എക്സ്ക്യൂസ് മീ. ഹായ്. ഹലോ. ഗംഭീര പാർട്ടിയാണല്ലോ. അത് പിന്നെ സനുവിന്റെ പാർട്ടിയല്ലേ, മോശമാവത്തില്ലല്ലോ. നന്ദു, സോറി, അങ്ങനെ വിളിക്കാവോ? എന്നെ അടുത്തറിയുന്നവരെല്ലാവരും അങ്ങനെ തന്നെ വിളിക്കാറ്. അപ്പൊ പിന്നെ എനിക്കും വിളിക്കാലോ അല്ലേ? മൊത്തത്തിൽ മൂഡ് ഓഫ് ആണല്ലോ. എന്താ പാർട്ടി എൻജോയ് ചെയ്തേ? ഞാൻ നിർബന്ധിക്കില്ല. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. പക്ഷേ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മറ്റൊരാളോട് ഷെയർ ചെയ്യുവാണെങ്കിൽ അതൊരു ആശ്വാസമാണല്ലോ. അത് വേറൊന്നുമല്ല. എനിക്ക് നാളെ രാവിലെ ഒരു ഷൂട്ടുള്ളതാ, ഒരു ആഡ് ഫിലിമിന്റെ. നാളെ 6 മണിക്ക് കാറ് വരും. ഇന്ന് വൈകി ഉറങ്ങിയിട്ട് പോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോ. അപ്പൊ നന്ദിത മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? മിസ് കൊച്ചി ആയതിനു ശേഷം കുറച്ച് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതെന്റെ 2ാമത്തെ ആഡ് ഫിലിമാ. പക്ഷേ പറ നന്ദു.
മേ ബി ഐ ക്യാൻ ഹെൽപ്പ്. പാർട്ടിയൊക്കെ കഴിഞ്ഞ് എപ്പോ കിടന്ന് ഉറങ്ങാനാ? നന്നായി ഉറങ്ങിയില്ലെങ്കിൽ എന്റെ മുഖം ക്യാമറയ്ക്ക് മുന്നിൽ ഒട്ടും പ്രസന്റബിൾ ആവില്ല. ഇതിൽ എന്തെത്ര മൂഡ് ഓഫ് ആവുള്ള കാര്യം? പോയി ഉറങ്ങിക്കൂടെ? പാർട്ടി അതിന്റെ വഴിക്ക് നടക്കട്ടെ. അത് പിന്നെ ഞങ്ങളുടെ ഒരു കൊച്ചു ഫ്ലാറ്റ് അല്ലേ, ഇവിടെ ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ. അതില് ഞാനും സുമിയേച്ചി ഉപയോഗിച്ച റൂമിലാ ഇപ്പൊ ശ്രീനിഷേട്ടനും സൺചേച്ചിനെയും റൂമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഹോളിലെ കൗച്ചിലാ ഞാൻ കിടക്കാറ്. പാർട്ടി നടക്കുന്നോണ്ട് ഇപ്പോ അതും പറ്റില്ലല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, നാളത്തെ ഷൂട്ട് ആരുടെ? ഏതാ പ്രൊഡക്ഷൻ ഹൗസ്? ആരാ ഡയറക്ട് ചെയ്യുന്നത്? ഫിറോസ് സാർ. ഓ, ഫേമസ് ഫിലിം മേക്കർ ഫിറോസ് ഖാനോ? ഐ നോ ഹിം. അതെ, ബ്ലൂ ലഗൂൺ റിസോർട്ടിന്റെ അഡ്വർടൈസ്മെന്റാ. ഗ്രേറ്റ്. ബ്ലൂ ലഗൂൺ റിസോർട്ടിന്റെ ഓണർ ശിവസൂര്യ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ വിളിക്കാം. അവരെയൊക്കെ നിതീഷിന് പരിചയമുണ്ടോ? ഓഫ് കോഴ്സ്. കോളേജിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. ഹായ് ബ്രോ, നീ എവിടെയാ? ഞാൻ നാട്ടിലുണ്ടടാ, കുറച്ച് നാളായി. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നും ഇല്ല. അന്ന് ഗിരിയേട്ടന്റെ കല്യാണത്തിന് വന്നിട്ട് കാണാനോ സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഷുവർ, വി വിൽ ക്യാച്ച് അപ്പ്. ഞാനിപ്പോ വിളിച്ചേ വേറൊരു കാര്യം പറയാനാ. എന്താടാ? നിന്നെ കൊണ്ടൊരു ചെറിയ ആവശ്യമുണ്ട്. എന്താടാ കാര്യം? നാളെ നിന്റെ ഒരു ഷൂട്ടില്ലേ, ഒരു ആർട്ട് ഫിലിം? ഉണ്ട്. അതിൽ അഭിനയിക്കുന്ന മോഡൽ നന്ദിത ചന്ദ്രൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഷീസ് മൈ റിലേറ്റീവ്. നമ്മുടെ സനുവിന്റെ ഹസ്ബൻഡ് അനിയത്തിയ. ഗ്രേറ്റ്, താങ്ക്സ് ബ്രോ. ഖാൻ സാറെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നാളത്തെ ഷൂട്ടിങ് നന്ദുവിന് വേണ്ടി പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. നന്ദു നാളെ ഉച്ചയ്ക്ക് ലൊക്കേഷനിൽ എത്തിയാൽ മതി. പോരെ? താങ്ക് യു സോ മച്ച്. ഇനി പാർട്ടിയിൽ എൻജോയ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? പ്ലീസ്. എന്തായി? ഹാർഡ് ഡിസ്കിന്റെ കാര്യം വിളിച്ചു പറഞ്ഞോ? ഇല്ല സാറേ, കോള് കണക്ട് ആവുന്നില്ല. ഈ നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അതെങ്ങനെ? ഞാൻ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ഇത് നിങ്ങളുടെ ഫോണിന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. സാറിന് കിട്ടുന്നതേ അത് സാറിന്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും. അത് നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഒരു കണക്ഷനാ. ഒന്ന് പോ ജെയിംസേ, ചുമ്മാ കളിയാക്കാതെ. ശരി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ. ഹലോ, ആരത്? എന്താ നിങ്ങക്ക് വേണ്ടേ? ഫോൺ എടുത്തൊന്നും സംസാരിക്കത്തില്ല. നിങ്ങക്ക് എന്താ വേണ്ടെന്ന്? സുമിതേ, ഇത് ഞാനാണ്, ഗിരിധർ. അയ്യോ, എനിക്ക് മനസ്സിലായില്ല. കുറച്ച് നേരമായിട്ട് എനിക്കൊരു ഇന്റർനാഷണൽ നമ്പറിൽ നിന്ന് കോള് വന്നോണ്ടിരിക്കുക. ആളാണെങ്കിൽ വിളിച്ച് സംസാരിക്കുന്നുമില്ല. ഇതാന്ന് വിചാരിച്ചു. എനിക്ക് മനസ്സിലായി. അതെ, ഇവിടുത്തെ ഒരു സ്റ്റാഫാ വിളിച്ചത്, ജെയിംസ്. ഞാൻ പറഞ്ഞിട്ട് തന്നെ വിളിച്ചേ. സോറി. എന്ത് പറ്റി ഗിരിധർ? വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്റെ ഒരു ഹാർഡ് ഡിസ്ക് അവിടെയുണ്ട്. എന്താ പറഞ്ഞേ? ഹാർഡ് ഡിസ്ക് മനസ്സിലായില്ലേ? എവിടെ ഇരിക്കുന്നേ? അതെ, അത് 2ാമത്തെ വാർഡ്രോബിന്റെ താഴത്തെ തട്ടിലാണ്. ശരി, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. ഏത് കബോർഡെന്നാ പറഞ്ഞേ? സുമിതേ, വലത്ത് നിന്ന് 2ാമത്തെ വാർഡ്രോബിൽ. അതിന്റെ താഴത്തെ തട്ടിൽ നോക്കിയേ. കിട്ടിയോ? ഇതിനകത്ത് അതൊന്നും ഇല്ല ഗിരിധർ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ശരിക്കും ഒന്ന് തപ്പി നോക്കിയേ. ഞാൻ അവിടെ തന്നെയാ വെച്ചിരിക്കുന്നേ. ഞാൻ നോക്കി, ഇതിനകത്തൊന്നും ഇല്ല. നീ അതിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, അവിടെ ഉണ്ട്. അതെവിടെ പോവാനാ പിന്നെ? ഇതിനകത്തൊന്നും ഇല്ലെന്ന്.
ഇതിനകത്ത് കുറെ തുണികൾ മാത്രമേ ഉള്ളൂ. തുണികളോ? എന്ത് തുണികള്? അത് പിന്നെ ഗിരിധരന്റെ കുറെ. സുമിത ഏത് ഡ്രോയറാ തുറന്നത്? മൂന്നാമത്തെ വാർഡ്രോബിലെ താഴത്തെ ഡ്രോയർ. വലതുവശത്തെയോ ഇടതുവശത്തെയോ? ഇടതുവശത്തെ. നീ അതവിടെ വെച്ചേ, ഞാൻ വിളിക്കാം. അയ്യേ, നശിപ്പിച്ചു. അയ്യേ, മോശമായിപ്പോയി. എന്നാലും അവളെന്തിനാ ഡ്രോയർ തുറന്നത്? അല്ല, അവളെ എന്തിനാ കുറ്റം പറയുന്നത്? തെറ്റായി പറഞ്ഞു കൊടുത്തത് ഞാനല്ലേ? ആകെ നാണക്കേടായിപ്പോയി. അല്ല, എന്തു പറ്റി സാറേ? വൈഫായിട്ട് വഴക്കായ? ഏയ്, ചെറിയൊരു അബദ്ധം പറ്റുള്ളൂ ജെയിംസേ. എന്തു പറ്റി? ആ ഹാർഡ് ഡിസ്ക് ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്ത് മാറിപ്പോയി. എടാ, അവള് തുറന്ന് മറ്റൊരു ഡ്രോയറാ. അതിനിപ്പോ എന്താ സാറേ? ഇടൂ, അതിലെന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഓ, മനസ്സിലായി. സാറിന്റെ പഴയ കാമുകിയുടെ ഫോട്ടോ അതിനകത്തുണ്ടായിരുന്നു. ഒന്ന് പോടോ അവിടുന്ന്. അതൊന്നും അല്ല. എടൂ, എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് അതിനകത്തായിരുന്നു. അത്രേ ഉള്ളൂ. കണ്ടു. അതൊക്കെ എന്തായാലും സാറിന്റെ വൈഫ് കാണണ്ടല്ലേ? ഇതാണ് ഇത്ര വലിയ കാര്യം. എനിക്കിതൊക്കെ വലിയ കാര്യം തന്നെയാ. എന്തൊരു മനുഷ്യൻ. എന്താ ഇവിടെ നടക്കുന്നത്? ഇതാരാ ഈ സമയത്ത്? ഞാൻ പോയി നോക്കിട്ട് വരാം. എന്താ രഘുങ്ങളെ? എന്താ ഇവിടെ നടക്കുന്നത്? സമയം എത്രയെന്നറിയോ? രാത്രി 2 മണിക്കാണോ ഈ പാട്ടും കൂത്തും ബഹളവും ഒക്കെ? അത് പിന്നെ വെഡിങ് കഴിഞ്ഞാൽ ചെറിയൊരു റിസപ്ഷൻ വെച്ചതാ. പാർട്ടിയോ കല്യാണോ എന്തു വേണേലും ആയിക്കോ, അത് പക്ഷെ മറ്റുള്ളവരെ ശല്യം ചെയ്തോണ്ടാവരുത്. എന്തൊരു ബഹളമാ ഇത്? അയൽവക്കക്കാർക്കൊന്നും ചെവിതല കേക്കണ്ടേ? നന്ദു, ആ വോളിയം കുറച്ച്. ഞങ്ങളെ കുറച്ച് മാന്യമാര് താമസിക്കുന്ന ഫ്ലാറ്റായത്. ഇവിടെ ഇങ്ങനത്തെ ആഭാസത്തരൊന്നും കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞങ്ങൾ പാർട്ടി നടത്തിയത് ഞങ്ങളുടെ ഫ്ലാറ്റ് വെച്ചാ, അല്ലാതെ നിങ്ങളുടെ വീട്ടിലോ പബ്ലിക് പ്ലേസിലോ അല്ലല്ലോ. സനു, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ സംസാരിച്ചോളാം ഇവരോട്. സോറി, പാർട്ടിയുടെ ശബ്ദം ഒരല്പം കൂടിയെന്നുള്ള ശരിയാ. പാട്ടിന്റെ ശബ്ദം മാത്രാണോ അപ്പൊ ഇവിടുത്തെ ബഹളോ? അല്ല, ഇതെന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. ഇന്ന് ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരു ദിവസത്തെ കാര്യമായാലെന്താ? ഞങ്ങൾ ഈ ബഹളം കേട്ട് ഉറങ്ങാതിരിക്കണോ? ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യ. ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. അതിനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ആർക്കുമില്ല. ദേ കൊച്ചേ, നീ വലിയ കൊമ്പത്തെ പണക്കാരിയാണെങ്കിലേ അതിന്റെ ഹുങ്ക് നിന്റെ കൈ വെച്ചേക്കണം. ഞങ്ങളുടെ മേത്തേക്ക് എടുക്കാൻ വരണ്ട. സത്യം പറഞ്ഞ പോലീസിനെ വിളിക്കേണ്ട കേസാ. സുമിത ഒരാളെ മാത്രം വിചാരിച്ചിട്ടാ ഞങ്ങളൊക്കെ ക്ഷമിക്കുന്നത്. സുമിത ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ ഇമാതിരി തോന്നിവാസങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അവൾക്ക് ഞങ്ങളോടൊക്കെ എന്ത് ബഹുമാനമായിരുന്നോ. ഇതിപ്പോ പണക്കാരിയായ മരുമോള് വന്നതിന്റെ അഹങ്കാരം. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന് പറഞ്ഞ പോലെ. എന്താ ചന്ദൻ സാർ ഇതൊക്കെ? നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുട്ടികൾ ഒരു സന്തോഷത്തിന് കൂടിയതാണ്. അത് കാരണം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് എന്റെ വാക്കാണ്. ചന്ദ്രേട്ടനെ ഓർത്ത് ഇപ്രാവശ്യത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഇതായിരിക്കില്ല പ്രതികരണം. വാ, ഇനിയുള്ള നേരത്തിൽ പോയി കിടന്ന് ഉറങ്ങാം.